ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വെറൈറ്റി ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, പാറ്റിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്? ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. അപ്പം ഞാനിത് മിഞ്ഞാന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. രാത്രി ആയിരിക്കും ചോറ് വേണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാൻ വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ തന്നെ 2 കപ്പ് മൈദ എടുത്തുക്കണം. 200 ml കപ്പ് ഉണ്ടല്ലോ, അതിന് 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പറ്റിപ്പോയത് ചൂട് പാലിൽ ഈസ്റ്റ് ഇട്ട് വെച്ചുട്ടോ, 1/2 ടീസ്പൂണ് പഞ്ചസാര. ഇതാണ് ഈസ്റ്റ്. ഞാൻ നല്ല തിളച്ച പാലിലിട്ട് വെച്ചു. അതുകൊണ്ടൊന്നും പൊങ്ങാൻ കുറച്ച് പണി കിട്ടിയിട്ടോ. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമല്ലോ, അതിൽ പെട്ടതാണ് ഇപ്പോൾ ഇത്. ആർക്കെങ്കിലും ഇങ്ങനെ ആവാറുണ്ടോ? ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം സമയം രാത്രി 7:30 മണിയായിക്കണം. അതിൻ്റെ ശേഷം ഇത് ഉണ്ടാക്കണത് കേട്ടോ. അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ മാവ് കുഴച്ചിട്ട്. അപ്പം ഞാൻ എല്ലില്ലാത്ത ചിക്കന് മിക്സിയിലിട്ടിട്ട് ഗരം മസാല 1/2 ടീസ്പൂണ്, ചില്ലി ഫ്ലെക്സ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വലിയ ജീരകം കൂടെ അരച്ചിക്കണം കേട്ടോ. പിന്നെ എന്താ, ചില്ലി സോസ് 1 ടീസ്പൂണ്, സോയാ സോസ് 1 ടീസ്പൂണ്, ടൊമാറ്റോ സോസ് 1 ടീസ്പൂണ്, കുരുമുളകും പൊടി 1/2 ടീസ്പൂണ്, മല്ലിച്ചപ്പ് കുറച്ച്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മുളകും പൊടി എല്ലാം കൂടെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുട്ടാ. അങ്ങനെ ഇത് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ ഒരു 2 ബ്രെഡ് കൂടെ പൊടിച്ചുകൊണ്ട് അതിൽ ചേർക്കട്ടെ. അപ്പം മാവ് ഇത് അധികമൊന്നും പൊന്തിയിട്ടില്ല. ഒന്നാമത് ചൂടുപാലിൽ ഈസ്റ്റ് ഇട്ടുകൊണ്ട് അയക്കാരം കുറച്ച് പൊന്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അധിക സമയം വെച്ചിട്ടില്ല, അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. 2 ബോളാക്കിയാണ്ട് ഒരു ബോളെടുത്ത് പരത്തിയെടുക്കുകയാണ്. കുറച്ച് കനത്തിലാട്ട പരത്തണത്. ഇങ്ങോട്ട് ഒരു മൂടി വെച്ചിട്ട് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ തന്നെ സമയം 8:30 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ വേഗം ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഇത്രയും കനത്തിലാണ് വെട്ടിയെടുത്തിക്കണത് കേട്ടോ. അപ്പോൾ ഇത് പരത്തി കുറച്ച് സമയം പൊങ്ങാനൊക്കെ വെച്ചാൽ ഒന്ന് പൊങ്ങി വരും ഇഷ്ടമുണ്ട്. അപ്പോൾ ഇതാ ഓരോന്നും പരത്തി എടുത്തിക്കണം. അപ്പോൾ അതിൻ്റെ ശേഷം ഒന്ന് ചുട്ട് നോക്കുകയാണ്. ചുട്ടിട്ട് പൊന്തുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണ്ടല്ലോ വിചാരിച്ച്. അപ്പോൾ വല്ലാണ്ടിട്ട് പൊന്തണില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ഇതാ നമ്മളെ നഗറ്റ്സ് പോലെ കുറഞ്ഞ ഓയിലാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ചുട്ടെടുത്തിട്ട് പൊന്തിയില്ല എന്ന്. അപ്പം ഞാൻ ഇതേപോലെ എണ്ണ ഒഴിച്ചൊന്ന് പൊരിച്ചെടുത്തു കേട്ടോ ഓരോന്നും. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാണ്.